ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇങ്ങനെ ആ മുറ്റത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സ്കൂളാണ്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഈ മുറ്റത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓർമ്മകൾ ഒരു കടല് പോലെ മനസ്സിലേക്ക് ആർത്തിരമ്പുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ വിദ്യാലയമാണിത്. ഒരു പക്ഷേ അവർക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ അങ്ങനെ ആവില്ല. ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ള പഴയ വിദ്യാർത്ഥിനികൾ ഈ മുറ്റത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ നിമിഷങ്ങൾ ഓർമ്മ വരും. പിന്നെയോ കുറേ മുഖങ്ങൾ ഓർമ്മ വരും. എല്ലാവരെയും ഓർമ്മ വരില്ല. കൂടെ പഠിച്ച പലരെയും നമ്മൾ മറക്കും. കൂടെ പഠിച്ച പലരെയും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച പലരെയും ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. എല്ലാവരെയും നമ്മൾ ഓർക്കില്ല. പക്ഷെ ചിലരെ നമ്മൾ ഓർക്കാതിരിക്കുകയുമില്ല. അതാണ്, ചിലരെ നമ്മൾ മറക്കില്ല. അപ്പം നിങ്ങൾ ആ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ കാറിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓട്ടോയിൽ ബൈക്കിലൊക്കെ കുടുംബത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയും, ഇവിടെയായിരുന്നു ഉമ്മ പഠിച്ചത്, അല്ലെങ്കിൽ ഇവിടെയായിരുന്നു ഉപ്പ പഠിച്ചത്, അമ്മ പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്കൂളിൻ്റെ നേരെ നിങ്ങളിങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് രണ്ട് കാര്യങ്ങളേ വരുള്ളൂ. കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മുഖങ്ങൾ. അതാ ഓർമ്മയുടെ മുറത്തിലിട്ട് നമ്മളിങ്ങനെ പാറ്റി നോക്കും. എല്ലാവരും ഒന്നും ഓർമ്മയിൽ നിൽക്കൂല അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ ആലോചിക്കൂലേ, ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലരെ മാത്രമാണ് നമ്മൾ ഓർക്കുന്നത് അല്ലേ? അതെന്തുകൊണ്ടാ? അത് നമ്മുടെ ഓർമ്മശക്തി കൊണ്ടല്ല. നമ്മുടെ ഓർമ്മശക്തി കൊണ്ടാണെങ്കിൽ എല്ലാവരെയും ഓർക്കണ്ടേ? ചിലരെ മാത്രം ഓർക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരുടെ എന്തോ ഒരു മാജിക് കൊണ്ടാണ്. അവർ ഓർമ്മയിൽ നിൽക്കാൻ യോഗ്യരായതുകൊണ്ടാണ്. അതാ, ഇന്നലെ കണ്ണൂരിൽ ഒരു സ്കൂളിൽ ഒരു പരിപാടിക്ക് വരുന്നു. ചെറിയ കുട്ടികളുടെ ഒരു കോൺവെക്കേഷനാണ്. 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കുട്ടിക്കും ഇങ്ങനെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരു വീഡിയോ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ ആ കുട്ടി വലിയ കുട്ടിയാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം എന്നാണ് ചോദിക്കണത്. അപ്പോൾ ഒരു 30 കുട്ടികളിൽ ഒരു 20 കുട്ടികളും പറഞ്ഞത് ടീച്ചറാകണമെന്നാണ് പറഞ്ഞു. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയോ? അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ അവർ കാണുന്ന മനുഷ്യരിൽ അവരെ ഏറ്റവും സ്വാധീനിക്കുന്നത് ആ ടീച്ചർമാരായതുകൊണ്ടാണ്. അതാ ടീച്ചർമാരുടെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരു സ്വാധീനം ചെലുത്താൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. അത് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണോ? ആണോ? അതുപോലും മഹാഭാഗ്യമാണ്. കാരണം ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വിചാരിച്ചാൽ മതിയാവും ആ കുട്ടിയുടെ ജീവിതം മാറി മറിയാൻ. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വിചാരിച്ചാൽ മതിയാകും ആ കുട്ടിയുടെ ജീവിതം നേരെ തിരിച്ചാവാനും. അയാളുടെ ഒരൊറ്റ പെരുമാറ്റം മതിയാകും ആ കുട്ടിക്ക് സ്കൂളിനോടും പഠനത്തോടുമുള്ള എല്ലാ താല്പര്യവും ഇല്ലാതാവാൻ. ഏത് കാലം വരെ? അവസാന കാലം വരെ. അതാ, അവന് +2-ലെത്തുമ്പോഴും ഡിഗ്രിയിലെത്തുമ്പോഴും അവന് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ? അവന് കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്നുണ്ടായ ഒരനുഭവം മതിയാവും. നേരെ തിരിച്ചു ആ ഓട്ടോറിക്ഷ ഡ്രൈവർ വിചാരിച്ചാൽ മതിയാവും ആ കുട്ടിയുടെ ജീവിതം കുറച്ചുകൂടെ തേജസ്സുള്ള ഒരു ജീവിതമായി മാറാൻ.
അപ്പൊ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പാരന്റ് ആയിട്ടാവാം, വല്യപ്പയോ വല്യമ്മയോ ആയിട്ടാവാം, അയൽപ്പക്കത്തുള്ള ഒരാളായിട്ടാവാം, മാഷോ ടീച്ചറോ ആയിട്ടാവാം, നമ്മൾ പ്യൂണായി ജോലി ചെയ്യുന്ന സ്കൂളിലെ കുട്ടികളോടാവാം, നമ്മൾ കാണുന്ന കുട്ടികളാവാം, പള്ളിയിലും അമ്പലത്തിലൊക്കെ നമ്മൾ കാണുന്ന കുട്ടികളാവാം. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാളായി നമ്മൾ മാറിയുണ്ടല്ലോ, ഈ ആയുസ്സിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ എത്രയോ കുട്ടികളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ അധ്യാപകരുടെ വാക്കും പ്രവൃത്തിയും സ്വാധീനം ചെലുത്തിയ ഒരു കലാലയത്തിൻ്റെ മുറ്റത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. പഴയൊരു പാട്ടുണ്ട്, നമ്മുടെ മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വല്യപ്പയും മോനും തമ്മിലുള്ള ബന്ധം. വല്യപ്പയും പേരക്കുട്ടിയും. പേരക്കുട്ടി ഇപ്പോൾ വലിയ ആളായി, MBBS പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വല്യപ്പയുടെ മനസ്സിൽ അവൻ പഴയ പാച്ചുവാ, അവൻ വലുതാവില്ലല്ലോ. വല്യമ്മയുടെ വല്യപ്പാൻ്റെയും മനസ്സിൽ കുട്ടികൾ വലുതാവില്ലല്ലോ. അപ്പൊ വല്യപ്പാന്റെ മനസ്സിൽ അവൻ പഴയ പാച്ചുവാ. അപ്പൊ ആ പാച്ചുവിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നതിനിടയിലുള്ള പാട്ടാണ്. ആ പാട്ടിലൊരു വരി എന്താ അറിയോ? അവരുടെ തറവാടിനെ കുറിച്ചുള്ള വരിയാണ്. ഭയങ്കര രസമുള്ള വരിയാണ്. അതിങ്ങനെയാ: കിലുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ എന്ന് പറഞ്ഞാല്, നീ ഇങ്ങനെ അക്ഷരം പറയാൻ തുടങ്ങിയ കാലം, നീ പറഞ്ഞ വാക്കുകൾ നമ്മുടെ തറവാടിന്റെ ഓരോ മുറികളിലും ഇപ്പോഴും അതേപോലെ കിടക്കുന്നുണ്ട്. നമ്മുടെ തറവാടൊന്നും മറക്കൂല. നീ ഉപ്പ ഉമ്മ എന്ന് ആദ്യമായി വിളിച്ച ആ ശബ്ദം ഇപ്പോഴും അതേപോലെ അവിടെ കിടക്കുന്നുണ്ട്. അച്ഛ എന്നോ മുത്തശ്ശ എന്നോ നീ ആദ്യമായി വിളിച്ച വാക്കിന്റെ സ്വരം ഇപ്പോഴും നമ്മുടെ തറവാടിന്റെ ഓരോ റൂമുകളിലും ഉണ്ട്. രണ്ടാമത്തെ വരി എന്താ അറിയോ? മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. അങ്കണം എന്ന് പറഞ്ഞ മുറ്റം. മറന്നില്ല അങ്കണം നിൻ. നമ്മുടെ തറവാടിന്റെ മുറ്റം ഒരു കാലത്തും മറക്കൂല. നിൻ മലർപാദം പെയ്ത പുളകം. നീ ആദ്യമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ സമയത്ത് നിന്റെ ആ മൃദുലമായ പളുങ്ക് പോലെയുള്ള ചെറിയ കാലുകള് നമ്മുടെ തറവാടിന്റെ മുറ്റത്ത് ആദ്യമായി വെച്ച ഒരു നിമിഷമുണ്ട്. നീ ആ മുറ്റത്തൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഓടി നടന്ന നിമിഷങ്ങളുണ്ട്. എടാ, നീ അത് മറക്കും, പക്ഷെ നമ്മുടെ തറവാടിന്റെ മുറ്റം അത് മറക്കൂല. അതാ, മറന്നില്ല അങ്കണം നിൻ മലർപാദം പെയ്ത പുളകം. അതേപോലെയാണ് സ്കൂളുകളും. ഇതന്നെ കിലുങ്ങുന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണികൾ. ആ കിളിക്കൊഞ്ചലുകളൊക്കെ ഒന്ന് വലിയ മനുഷ്യന്മാരായിട്ടുണ്ടാവും. അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും അല്ലേ? അത്രയേറെ വർഷങ്ങൾ താണ്ടിയ ഒരു കലാലയമാണ്. മിക്കവാറും അവരുടെ പേരക്കുട്ടികൾ പഠിക്കണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ? ഉണ്ടാവും. ആ, കുട്ടികളിവിടെ പഠിക്കണ്ടാവും. അതാ, അപ്പൊ അവരുടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. അത്രയേറെ കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചലുകൾ ഈ കലാലയത്തിന്റെ ഓരോ മുറികളിലും ഇപ്പോഴും പുളകം കൊള്ളുന്നുണ്ട്. അത്രയേറെ കുഞ്ഞിക്കാലുകൾ ഓടി നടന്ന മുറ്റമണ്ണി. ഇപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരോട് മാത്രമുള്ളൊരു ബന്ധം ഉണ്ടാവും. ശ്രദ്ധിച്ചില്ലേ? അതെന്താന്ന് പറയാൻ പറ്റില്ല. രക്തബന്ധത്തിന്റെ കുറച്ച് താഴെ എടുക്കും, സൗഹൃദത്തിന്റെ കുറച്ച് മേലെ എടുക്കും. അതാ, അങ്ങനെ ഒരു ബന്ധമാണത്. എല്ലാരോടും ഉണ്ടാവണമെന്നില്ല, ചിലരോട്. രക്തബന്ധത്തിന്റെ കുറച്ച് താഴെ, സൗഹൃദത്തിന്റെ കുറച്ച് മേലെ, അങ്ങനെ ഒരു ആത്മബന്ധമായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ കൂടെ പഠിച്ചവരോട് മാത്രം നമുക്ക് ഉണ്ടാകുന്നൊരു ആ ഒരു രസമുള്ളൊരു ബന്ധത്തിന്റെ കാരണം എന്താണെന്നറിയോ? ഇന്ന് നമ്മളെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒക്കെ കുറെ ആൾക്കാരുണ്ടാവും. കാരണം ഇന്ന് നമ്മൾ ആരൊക്കെയോ ആണ്. നമ്മൾ ആരും അല്ലാതിരുന്നൊരു കാലത്ത്, നമ്മുടെ കീശയിൽ ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത്
ഒരു പൊട്ടിയ പെൻസിലോ പെന്നോ ഒക്കെ മാത്രം സ്വന്തമായുള്ള കാലത്ത് നമ്മളെ സ്നേഹിച്ച മനുഷ്യന്മാരാണത്. അതാ എല്ലാ ദിവസവും നമ്മൾ കണ്ട മനുഷ്യരാണത്. പിരിഞ്ഞപ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും കാണാത്ത മനുഷ്യന്മാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഇന്ന് ആരൊക്കെയോ ആണ്, ശരിയാ. പക്ഷെ നമ്മൾ ആരുമല്ലാതിരുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന മനുഷ്യരാണ് നമ്മളെ കൂടെ പഠിച്ച കുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ നമുക്ക് വിടാൻ കഴിയില്ല. അതാ എല്ലാവരെയും നമ്മൾ ഓർക്കില്ല, ചിലരെ ഓർക്കും. അത് മാഷന്മാരാണെങ്കിലും അങ്ങനെ തന്നെ ഇല്ലേ. 100 കണക്കിന് മാഷന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും, ടീച്ചർമാരും. എല്ലാവരെയും നമ്മൾ ഓർക്കണില്ല. അപ്പോൾ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മാഷിൻ്റെ പേര് ചോദിച്ചാൽ ആ 100 ആളെ പേര് വരൂല, 1-2 ആളുടെ പേരേ വരുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേര് ചോദിച്ചാൽ 1-2 ആളുടെ പേരേ വരുള്ളൂ. മിക്കവാറും ഏറ്റവും നന്നായി പഠിപ്പിച്ച ടീച്ചറോ മാഷോ ആകൂലത്. നല്ലോണം കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അവരൊന്നും ആവില്ല നമ്മുടെ ലിസ്റ്റിൽ വരിക. പിന്നെ ആരാ വരിക? നമ്മളോട് എന്തോ ഒരു കാരുണ്യം കാണിച്ച ആള് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ ഒരാളെ നമ്മൾ മറക്കില്ല. അങ്ങനെ ഒരാളില്ലേ നമ്മളെ ലിസ്റ്റിൽ ഒരാളും വരില്ല. ശരിക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ലേ അയാൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അയാൾ നല്ലോണം പഠിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ശരിയല്ലേ? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിരുന്നോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ എന്ന് നോക്കിയിരുന്നത് പോലീസല്ലേ അല്ലേ? ഇന്ന് ആരാ അത് കണ്ടുപിടിക്കുന്നത്? ഇന്ന് പോലീസല്ല കണ്ടുപിടിക്കണ, ഇന്ന് AI ക്യാമറകളാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? പോലീസിന്റെ ആ ജോലി ഇല്ല ഇപ്പോൾ, അത് AI ക്യാമറകളാണ് ചെയ്യുന്നത്. ഈ കുറേ കാലം കഴിഞ്ഞാലും മാഷന്മാരും ഉണ്ടാവില്ല, മാഷന്മാരും ടീച്ചർമാരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. AI വരും, പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കും, AI പോകും. സംഭവിച്ചേക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ AIക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ഹൃദയം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ AIക്ക് കഴിയൂല. മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 സങ്കടങ്ങളുണ്ട് എന്ന് AIക്ക് മനസ്സിലാവില്ല. മുന്നിലിരിക്കുന്ന 30 കുട്ടികൾക്കും 30 പേടികളുണ്ട് എന്ന് AIക്ക് മനസ്സിലാവില്ല. 30 കുട്ടികൾക്കും കൊടുക്കുന്നത് ഒരേ ഹോംവർക്ക് ആയിരിക്കും. പക്ഷെ ആ കുട്ടികൾ 30 പേരും എത്തുന്നത് ഒരേപോലെയുള്ള കുടുംബങ്ങളിലേക്കല്ല എന്നും 30 സങ്കടങ്ങളിലേക്കും പേടികളിലേക്കുമാണ് എന്നും AIക്ക് മനസ്സിലാവില്ല. പക്ഷേ ഉള്ളു നിറഞ്ഞ് അവരെ കാണുന്ന പഠിപ്പിക്കുന്ന ഒരു മാഷിനോ ടീച്ചർക്കോ അത് കഴിയും. അതുകൊണ്ട് എത്ര AI വന്നാലും സ്നേഹമുള്ള കാരുണ്യമുള്ള മാഷന്മാരും ടീച്ചർമാരും ഇവിടെ ബാക്കിയാവും.